കരയുന്ന എല്ലാ നല്ല അമ്മമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ആഗമന കാലത്ത് ലോകത്തിലെ എല്ലാ മക്കളുടെയും അമ്മമാരോട് എനിക്കിപ്പോൾ സ്നേഹം തോന്നുകയാണ്. കണ്ണുനീര് കൊണ്ട് അളന്നാൽ അവരോട് വേദനാജനകമായ ജന്മം ഈ ഭൂമിയിലുണ്ടോ? അമ്മയായതിൻ്റെ പേരിൽ അവർ ജീവിതത്തിന് നൽകിയ വാഗ്ദാനമല്ലേ അവിടെ കണ്ണുനീർ? അമ്മയാവുകയെന്നാൽ എന്താണ് അർത്ഥം? നിരുപാധികം കരയുവാൻ മനസ്സുള്ളവളാവുകയെന്ന് തന്നെ. ക്രിസ്തുവിൻ്റെ പിറവി പോലും ഓർമ്മിപ്പിക്കുന്ന പരമസത്യം അതുതന്നെയാണെന്നേ. മാലാഖമാരുടെ സമാധാന കീർത്തനങ്ങൾ ഭേദിച്ചുകൊണ്ട് പ്രവാചകൻ ജെർമിയായുടെ ശബ്ദം മുടങ്ങുകയാണ്. റാഹേൽ സന്താനങ്ങളെ ഓർത്ത് കരയുന്നു. അവളെ സാന്ത്വനിപ്പിക്കുക അസാധ്യം. കാരണം അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുക. രക്ഷകൻ മണ്ണിലേക്ക് ആഗതനായപ്പോൾ അവൻ അകമ്പടി സേവിച്ചത് അമ്മമാരുടെ ദീനവിലാപങ്ങളാണെന്നേ. കാഴത്തൊഴുത്തിൽ ഉണ്ണിക്ക് സമർപ്പിച്ച പൊന്നിനെയും നിറയെയും കുന്തിരികത്തേക്കാൾ വിലപ്പെട്ട കാണിക്കയായിരുന്നു ഈ മെഴുനീർ മുത്തുകൾ. എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് തേങ്ങുന്ന അമ്മമാരുടെ മെഴുനീർ ദൈവം ശേഖരിച്ച് വെക്കുന്നുണ്ടെന്നേ. എല്ലാം കവർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇനിയും കൈമോശം വരാത്ത നന്മയുടെ അവസാനത്തെ ശേഷിപ്പുകളാണ് ഈ കണ്ണുനീർ. ഓർക്കണം, മറിയം ക്രിസ്തുവിൻ്റെ അമ്മയായതിനു ശേഷം അവൾക്ക് കിട്ടിയ വർണ്ണന ഹൃദയത്തിലൊരു വാൾ ഉള്ളവളെന്ന. എല്ലാ അമ്മമാരുടെയും പവിത്ര നിയോഗമാണിത്. മക്കൾക്ക് വേണ്ടി ഹൃദയത്തിൽ വ്യാകുലതയുടെ വാൾ സൂക്ഷിക്കുന്നവർ ആവുകയെന്ന്. ദൈവം മിഴുനീര് സൃഷ്ടിച്ചത് അമ്മമാരുടെ കണ്ണുകളെ കൂടുതൽ സ്നേഹാർദ്ദമാക്കാനാണെന്ന് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഉണ്ണി പിറന്ന ക്രിസ്മസ് രാവുകളിൽ പോലും ഞാൻ നിങ്ങൾക്ക് നേരുന്ന ആശംസ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നല്ല, നിങ്ങൾക്ക് കരയുവാൻ ഒരു കടലോളം കണ്ണീർ ഉള്ളിലുണ്ടാകട്ടെ എന്ന. കാൽവരി യാത്രയിൽ ഓസ്ലേം അമ്മമാർക്ക് ക്രിസ്തു കൈമാറിയ ഒടുവിലത്തെ ആശംസയും അതുതന്നെയാണ്. നിങ്ങൾ കരയുക, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി. ആകയാൽ കരയുന്ന നല്ല അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്.